1.5 വയസ്സുകാരനെ രണ്ടാനച്ഛൻ കൊന്നത് നെഞ്ചിൽ ചവിട്ടി. രണ്ടാനച്ഛൻ അഷ്കറിന്റെ ചവിട്ടേറ്റ് കുഞ്ഞിന്റെ 7 വാരിയെല്ലുകൾ തകർന്നു. കുഞ്ഞിന്റെ അമ്മ അഖിലയും രണ്ടാനച്ഛൻ അഷ്കറും തമ്മിലുള്ള ബന്ധത്തിൽ കുഞ്ഞ് ബാധിതയെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. കുഞ്ഞിന്റെ വാരിയെല്ലുകൾ തകർന്ന ആന്തരിക അവയവങ്ങൾക്ക് മുറിവേറ്റു. തലയിൽ 5 നീർക്കെട്ട് കണ്ടെത്തി. കുഞ്ഞു ശരീരത്തിൽ 19 മുറിവുകൾ 91 മുറിവുകൾ കണ്ടെത്തിയെന്നാണ് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. നെടുമങ്ങാട് മരിച്ച ആ 1.5 വയസ്സുകാരൻ കുഞ്ഞ് മരിച്ചത് നന്നായിന്ന് വേണം പറയാനായിട്ട്. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇവൾ എന്തായി പറയുന്നേ, ആ 1.5 വയസ്സുകാരൻ കുഞ്ഞ് മരിച്ചതെന്ന് നന്നായല്ലോ എന്നാണല്ലോ ഇവൾ പറയുന്നതെന്ന്. നിങ്ങൾ ഈ വാർത്ത കണ്ടില്ലേ? ഇതിന് മുമ്പ് വന്ന വാർത്തകളിൽ ആ കുഞ്ഞിൻ്റെ ദേഹത്ത് 51 മുറിവുകളുണ്ടായി. അതുപോലെ തന്നെ ചോറ് കൊടുത്തുകൊണ്ടിരുന്നപ്പം തലമണ്ടക്കോട്ട് അടിച്ച് തലയിൽ നീർക്കെട്ട് കയറി, അങ്ങനെയൊക്കെ ആയിരുന്നു മരണകാരണം എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളി വന്നതിന് ശേഷം ഒരു 6 മണിക്കൂർ മുമ്പ് വന്ന ന്യൂസിൽ പറഞ്ഞേക്കുന്നത് 91 മുറിവുകൾ ആ കുഞ്ഞിൻ്റെ ദേഹത്തുണ്ടായിരുന്നെന്നാണ്. 1.5 വയസ്സുള്ള ആ കുഞ്ഞിൻ്റെ ദേഹത്ത് 91 മുറിവുകൾ വരാൻ മാത്രമുള്ളതുണ്ടോ ആ കുഞ്ഞ്? ഈ ഒരു 2-3 മാസ കാലയളവിൽ ഈ അഷ്കർ എന്ന് പറയുന്ന പന്നൻ ഈ കുഞ്ഞിനെ ഈ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ആ കുഞ്ഞിനെ എത്രമാത്രം അയാൾ ഉപദ്രവിക്കുമായിരുന്നു? അത് വെച്ച് നോക്കുമ്പം എന്തായാലും ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഫാമിലിക്കോ അല്ലെങ്കിൽ ഈ അമ്മ എന്ന് പറയുന്നവളുടെ വീട്ടുകാർക്ക് ഇവള് ഈ അഖില എന്ന് പറയുന്നവൾ ആ കുഞ്ഞിനെ കൊടുക്കത്തില്ല. അത് എന്തോ കൊല്ലാൻ വേണ്ടി തന്നെ കയ്യിൽ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ വേണ്ടി അവൾ കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കുക ആ കുഞ്ഞിനെ. അവർ പൊന്നുപോലെ വളർത്താനായിട്ട് ചോദിച്ചിട്ട് ഇവൾ കൊടുക്കാതെ വെച്ചോണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എത്ര നാൾ ജീവിച്ചിരിപ്പുണ്ടോ അത്രയും നാളും ഇവളും കൂടെ ചേർന്നിട്ട് ഇതേപോലെ ഇഞ്ചിഞ്ചായിട്ട് ആ കുഞ്ഞിനെ കൊന്നുകൊണ്ടിരിക്കത്തില്ലേ? നിങ്ങൾക്കറിയാവോ ആ കുഞ്ഞിൻ്റെ കുഞ്ഞി കാൽപാദങ്ങൾ, അതായത് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളത് കാണും. ചില കുട്ടികൾ 1.5 വയസ്സായാലും നടക്കാൻ തുടങ്ങത്തില്ല. ചില കുട്ടികൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ 1.5 വയസ്സുള്ള ആ കുഞ്ഞ് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ ആ കുഞ്ഞിൻ്റെ കാൽപാദത്തിലെ കാലും പാദവും തമ്മിൽ വിട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നെന്ന്. 91 മുറിവുകൾ. മരണകാരണമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് നെഞ്ചിൽ ചവിട്ടിയത് കൊണ്ടാണ് കുഞ്ഞ് മരിച്ചു പോയെന്നാണ്. ഈ കുഞ്ഞിൻ്റെ 6 വാരിയലുകളോളം ഒടിഞ്ഞിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ ഹൃദയത്തിലും മറ്റും കുത്തി കയറിയിട്ടുണ്ടായിരിക്കണം. ആ കുഞ്ഞ് എത്രമാത്രം വേദന അനുഭവിച്ചു കാണുമെന്ന് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ മുഖമാണ് നമുക്കിങ്ങനെ തെളിഞ്ഞു വരുന്നത്. അഷ്കർ ആ കുഞ്ഞിനെ ഒരുപാട് മർദ്ദിക്കും എന്നുള്ളത് അഖിലയ്ക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമായിരുന്നു. എന്നിട്ട് കൂടെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവൾ ഡാൻസ് കളിക്കാനായിട്ട് തമിഴ്നാട്ടിലോട്ട് പോവായിരുന്നു. എനിക്കും ഉണ്ട് 3 മക്കൾ. പക്ഷേ ഞാൻ എൻ്റെ മക്കളെ വഴക്ക് പറയുകയും നല്ല കുസൃതികൾ കാണിക്കുമ്പോൾ അടി കൊടുക്കുകയും ചെയ്യാറുണ്ട്. പിള്ളേർക്ക് അത്രയേറെ വേദനിക്കരുത് എന്ന് കരുതി ചെറിയ അടിയാണ് കൊടുക്കുന്നത്. അതുപോലെ എൻ്റെ മക്കളെ ഒരാൾ വഴക്ക് പറയാനോ, ഞാനല്ലാതെ എൻ്റെ ഹസ്ബൻഡ് പോലും എൻ്റെ മക്കളെ അടിക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല. പല പേരൻസിനും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പം എൻ്റെ മക്കളെ ഒരു പട്ടി കടിച്ചെന്ന് വെച്ചോ, എൻ്റെ കൺമുന്നിൽ വെച്ചാണെങ്കിൽ ആ പട്ടിയുടെ അന്ത്യ ആ ഒരു നിമിഷം കൊണ്ട് എനിക്ക് പട്ടിനെ ഇഷ്ടമാണ്, പൂച്ചേനെ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ മക്കളെ തൊട്ടാ അത്രേ ഉള്ളൂ, അതിൻ്റെ കാര്യം അത്രേ ഉള്ളൂ. മക്കളെ തൊട്ടാ ആരായാലും അത്രേ ഉള്ളൂ. പക്ഷേ ഇവളൊരു അമ്മയാണോ? ഇതെന്ത് ജീവിയാണെന്ന് എനിക്കറിയാത്തത്. ഈ അഷ്കർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറബിയിൽ പ്രകാശം പരത്തുന്നവൻ എന്നാണ്. ഇവനെയൊക്കെ ആ പേര് വിളിക്കാൻ കൊള്ളാവോ? പ്രകാശം പോയിട്ട് അന്ധകാരം പരത്തുന്നവൻ എന്ന് വിളിച്ചാൽ പോലും അന്ധകാരത്തിന് അത് ദുഃഖമാവും. ഈ കുഞ്ഞ് മരിച്ചതോടെ ഒരുപാട് കേസുകളാണ് ഇപ്പോൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കൊലപാതകങ്ങളുടെ ചുരുൾ അഴിയപ്പെടാനായിട്ട് കിടക്കുന്നുണ്ട്. അതായത് ഈ അഷ്കറിന് മുമ്പ് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ആമിന എന്ന് പറയുന്ന വളരെ സുന്ദരിയായിട്ടൊരു ഭാര്യ ഉണ്ടായിരുന്നു. ഞാൻ പിക്ചർ ഈ സൈഡിൽ കൊടുത്തേക്കാം. ആമിനേനെ അഷ്കർ കല്യാണം കഴിക്കുന്നത് 18 വയസ്സുള്ളപ്പോഴാണ്. ഇപ്പം 20-23 അങ്ങോട്ട് വയസ്സാണ് ആമിനയ്ക്കുള്ളത്. ആമിന എത്രമാത്രം സുന്ദരിയായിരുന്നു എന്നുള്ളത് ആ ഒരു ഫോട്ടോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ അഷ്കർ എന്ന് പറയുന്ന വൃത്തികെട്ടവനെ കല്യാണം കഴിച്ചതിന് ശേഷം ആ മോൾ അനുഭവിക്കേണ്ടി വന്നത് നിർബന്ധിച്ച് വിഷം കുടിപ്പിക്കുന്നു, വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നു, തല കൊണ്ടുപോയി ഭിത്തിയിൽ കുറേ പ്രാവശ്യം ഇടിച്ച് ആ കുട്ടിയുടെ മുഖം തന്നെ മാറിപ്പോയി. ഇപ്പം ആ കുട്ടിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ആമിനയുടെ യഥാർത്ഥ ഫേസേ അല്ല, വേറൊരു ഫേസായി പോവുകയും അതുപോലെ തന്നെ സംസാരിക്കാൻ കഴിയുകയും സ്വന്തം കുഞ്ഞിനെ ഒന്നും നോക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ് ഇത്രയും വർഷമായിട്ട് ആ മോള് താമസിക്കുന്നത്. അതുപോലെ തന്നെ ആമിനയുടെ അമ്മയാണെങ്കിൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ 6 പ്രാവശ്യം കൊണ്ട് പരാതി കൊടുത്തിട്ടും ഈ പോലീസുകാർ ആ പരാതി സ്വീകരിച്ചില്ല. അങ്ങനെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും ഈ കുഞ്ഞിനെ ഈ വിധി വരത്തില്ലായിരുന്നു. ഇത്ര നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ ഈ കോലത്തിലാക്കിയ ഒരാൾക്ക് സുഖമായിട്ട് ഇത്രയും നാൾ വെളിയിലിറങ്ങി അല്ലെങ്കിൽ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനായിട്ട് കഴിഞ്ഞു. ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് പോലും കേസെടുക്കാത്ത പോലീസ് എന്ത് സെക്യൂരിറ്റിയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ആ കേസെടുക്കാൻ വിസമ്മതിച്ച പോലീസുകാരുടെ എല്ലാവരുടെയും തൊപ്പി പോവുകയും അവരെ സസ്പെൻഡായി വീട്ടിൽ കുത്തിയിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള പോലീസുകാർ ഒരിക്കലും ആ പദവിയിൽ തുടരാനായിട്ട് ഒരു അർഹതയുള്ളവരല്ല. അപ്പോൾ അവർ ഇനി വീട്ടിൽ കുത്തിയിരിക്കട്ടെ എന്ന് വേണം പറയാനായിട്ട്. ഈ പോലീസുകാരുടെ കാര്യത്തിൽ അന്വേഷണങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്.
ഈ അഖില ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അഖിലയ്ക്ക് ഒരു കാമുകനുണ്ടായിരുന്നു. ഈ ബന്ധം അറിഞ്ഞ സമയത്ത് അഖിലയുടെ ഭർത്താവ് അതിനെ എതിർക്കുകയും, അഖിലയുടെ ഹസ്ബൻഡിന്റെ പേര് അഖിലെന്നായിരുന്നു. അപ്പോൾ അഖിലിനെ വേണ്ടെന്ന് പറഞ്ഞ് അഖില പോകാൻ നിന്നപ്പോഴത്തേനും പോലീസ് സ്റ്റേഷനിൽ പോയി ഒത്തുതീർപ്പും കാര്യങ്ങളൊക്കെ ആയി. അഖില തീർത്തും വേണ്ടെന്ന് പറഞ്ഞ സമയത്ത് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അഖില ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അഖിലിന്റെ മരണശേഷം വിധവയായ ഒരു സ്ത്രീ, അതുപോലെ തന്നെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അങ്ങനെ ഒരു സ്ത്രീനെ കല്യാണം കഴിക്കാനായിട്ട് ഇവൻ വീട്ടിലോട്ട് ആളെ പറഞ്ഞു വിടുകയുണ്ടായി എന്ന് ഞാൻ കണ്ടായിരുന്നു. അഖിലിന്റെ മരണത്തിന് മുമ്പോ അഖിലിന്റെ മരണത്തിന് ശേഷമോ ഈ അഷ്കറുമായിട്ട് ഈ അഖിലയ്ക്ക് ബന്ധമുണ്ട്. അപ്പം അഷ്കറിനും ഒരു കാമുകിയുണ്ടായിരുന്നു. അവളെ ഇയാൾ ഉപേക്ഷിച്ചിട്ടാണ് ഈ അഖിലേനെ കെട്ടിയത്. അപ്പം അഖിലയുടെ ഭർത്താവും മരിച്ചു, ഈ അഷ്കറിന്റെ കാമുകിയായിട്ടുണ്ടായിരുന്നവള് അവളും മരിച്ചു, ആത്മഹത്യ ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2 ആത്മഹത്യകളും അഖിലയുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന, ഡാൻസിനൊക്കെ പോകുമല്ലോ, അപ്പം കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ കൂടെ കൊലപാതകം അന്വേഷിക്കുന്നുണ്ട്. ഈ കുഞ്ഞ് മരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ആ കൊലപാതകങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റിയത്. ഇല്ലെങ്കിൽ അത് നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ലായിരുന്നു. ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള കാരണമായിട്ട് അഷ്കർ പറഞ്ഞത് അഖിലയും അഷ്കറും തമ്മിലുള്ള ജീവിതത്തിൽ ഈ കുഞ്ഞൊരു തടസ്സമായിരുന്നു എന്നായിരുന്നു. കുഞ്ഞിനെ നോക്കാൻ ആരുമില്ലെങ്കിൽ വേണ്ടില്ല. ഈ അഖിലെന്ന് പറയുന്ന അഖിലയുടെ ഹസ്ബൻഡ്, മരിച്ചുപോയ ഹസ്ബൻഡിന്റെ വീട്ടുകാരും ഈ അഖിലയുടെ വീട്ടുകാർ ഈ കുഞ്ഞിന് വേണ്ടി ഒരുപാട് ഇവളോട് കെഞ്ചിയിട്ടുണ്ട്, കേസ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇവള് ഒരിക്കലും ആ കുഞ്ഞിനെ കൊടുത്തിട്ടില്ല. ഇവർക്ക് കുഞ്ഞിനെ വേണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ആ കുഞ്ഞിനെ അവർക്ക് കൊടുക്കാമായിരുന്നു. ഇനി ഹസ്ബൻഡിന്റെ ഫാമിലിക്കും സ്വന്തം ഫാമിലിക്കും കൊടുക്കത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു അമ്മ തൊട്ടിലെങ്കിലും കൊണ്ട് ആ കുഞ്ഞിനെ ആക്കായിരുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്കേ അതിന്റെ വില അറിയത്തുള്ളൂ. എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് പേരുണ്ട്. കുഞ്ഞുങ്ങൾ വേണം എന്ന് ആഗ്രഹിച്ചിട്ട് പോലും ഇനി ഞങ്ങൾക്ക് ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പുള്ളവരുണ്ട്, ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. കഴിഞ്ഞിടയ്ക്കാണ് നമ്മൾ സീമ വിനീതിൻ്റെ ഒരു വ്ലോഗ് കണ്ടത്. ആ കുഞ്ഞിനെയും കൊണ്ട് എല്ലായിടവും കറങ്ങി നടന്നതിന് ശേഷം സീമ ആ വണ്ടിയിലിരുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നും ആ കുഞ്ഞിനോട് മുഴുവനായിട്ട് സമയം സ്പെൻഡ് ചെയ്ത സമയത്ത് ഞാനൊരു അമ്മ ആയതുപോലെ ഒരു ഫീല് എനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, നമുക്ക് ഒരിക്കലും അങ്ങനെ ആവാൻ പറ്റത്തില്ലെങ്കിലും ആ ഒരു ഫീല് വന്നപ്പം തന്നെ അത്രയേറെ ഇമോഷണലായിട്ട് സീമ കൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ്, ജാസി അടക്കം വന്ന് പറയുന്നുണ്ടായിരുന്നു, ഈ കുഞ്ഞിനെ ഞങ്ങൾക്കൊക്കെ ഒരു കുഞ്ഞിനെ വളർത്താൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഇവർക്കൊക്കെ വളർത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് നിയമം അനുവദിക്കുന്നില്ല. ഇപ്പോൾ ഒരു കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് അവർക്ക് ജീവിക്കാം. ഇപ്പോൾ ഈ അഷ്കറിനാണെങ്കിലും അഖിലയ്ക്കാണെങ്കിലും നമുക്ക് തൂക്കുകയറ് തന്നെ അവർക്ക് വിധിക്കണം, എത്രയും പെട്ടെന്ന് കിട്ടണം, എല്ലാ തെളിവുകളോടും കൂടെ തന്നെയാണ് അവരെ പോലീസ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ശിക്ഷ നടപ്പിലാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ അത് നടക്കുമോ? നമ്മുടെ നിയമം ഒരിക്കലും അത് നടക്കത്തില്ല. നമ്മുടെ നിയമത്തിൽ ഒരിക്കലും അത് നടക്കത്തില്ല. നിയമത്തോട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആർക്കും ഒരു വിശ്വാസവും ഇല്ല, ഒരു ഭയവും ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് നടക്കും. കാരണം ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ ഞെട്ടലില്ല. നമുക്ക് ആ 1.5 വയസ്സുകാരൻ്റെ ആ മുഖം, ആ ഒരു ചിരി, ഒരു പുഞ്ചിരി പോലും വരാത്ത ആ ഒരു മുഖം, സത്യം പറഞ്ഞാൽ ആ കുഞ്ഞിനെ അറിയത്തില്ലായിരിക്കും. ആ കുഞ്ഞിനെ എന്തിനു വേണ്ടി ആയിരിക്കും ഇങ്ങനെ അടിക്കുന്നത്, എന്തിനു വേണ്ടി ആയിരിക്കും ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ആ കുഞ്ഞിനെ അറിയത്തില്ലായിരിക്കും. കഴിഞ്ഞ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ഒരുത്തൻ ഒരു പെണ്ണിനോട് പോയി പ്രൊപ്പോസ് ചെയ്യുന്നു, ആ പെണ്ണിനൊരു കുഞ്ഞുണ്ട്. അപ്പം അത് റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് വന്ന് നിലത്തടിച്ച് കൊല്ലാണ്. ഈ അഖിലയ്ക്കാണെങ്കിലും അഷ്കറിനാണെങ്കിലും ജയിലിൽ കിടക്കുന്നത് തന്നെയാണ് നല്ലത്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടി എന്തെങ്കിലും വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെ കൈകൊണ്ട് തന്നെ ചാവേണ്ടതായിട്ട് വരും. ആ 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ കൈകൾ 2 തല്ലി ഒടിച്ച്, അതുപോലെ തന്നെ ആ കുഞ്ഞിന്റെ 6 വാരിയലുകൾ ചവിട്ടി ഓടിച്ച്, നെഞ്ചത്ത് ചവിട്ടി ഓടിച്ച്, അതിന് നല്ലൊരു ആഹാരം കൊടുക്കുകയോ ഒന്നുമില്ല. എന്നാൽ പാല് കുടിച്ച് വളരേണ്ട ആ കുഞ്ഞിന് പാലും കൊടുക്കത്തില്ല. അവള് ഡാൻസും കളിച്ചിങ്ങനെ നടക്കും. അവൻ പണിക്കൊന്നും പോകത്തില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഇവള് ഡാൻസ് കളിച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് നടന്നത്. ആ കുഞ്ഞിന്റെ കാലിന്റെ അടിഭാഗം അടർന്ന് വിട്ടുമാറിയ രീതിയിലായിരുന്നത്. ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. 91 മുറിവുകളാണ്. 1, 2, 51 ഒന്നും അല്ല, 91. 1.5 വയസ്സുള്ള കുഞ്ഞിന് 91 മുറിവുകൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഫോണിൻ്റെ മുന്നേ ഇരുന്ന് പറയുവോ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുവോ ചെയ്യാതെ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുവാണെങ്കിൽ ഈ നിയമത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി വല്ല സമരമോ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഇങ്ങനെയുള്ള നിയമത്തിന്, ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക, വയസ്സായവരെ പീഡിപ്പിക്കുക, അങ്ങനെയുള്ളതിനൊക്കെ ഇത്രയും ക്രൂരമായിട്ട് കൊല്ലുന്നതിന്, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതിന് എതിരെ എന്തെങ്കിലും ഒരു നിയമം നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉള്ള നിയമത്തിനെതിരെ നമ്മളെല്ലാവരും പ്രതികരിച്ചേ മതിയാകത്തുള്ളൂ. അപ്പോൾ ഈ കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വേറൊന്നും എനിക്ക് പറയാനില്ല.